എന്റെ തലമുറകൾ കുണ്ടിയൊക്കെ പോവാണ്. കുണ്ടികളും വണ്ടികളും നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ സദസ്സിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഇന്നിവിടെ നമ്മളെല്ലാവരും സാധാരണ പായസം വെച്ചും ചോറുണ്ടും ഊഞ്ഞാലാടിയൊക്കെയാണ് ഓണം ആഘോഷിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ ഇറ്റാലിയിലെ ചില കുണ്ണക്കൂട്ടുകാരെല്ലാം കൂടെ ചേർന്നിട്ട് തുണി പറിച്ചും കുണ്ടി കാണിച്ചും അണ്ടി പൊക്കി പിടിച്ചുമാണ് ഓണം ആഘോഷിക്കുന്നത്. ഇവിടെ ചില അണ്ടികളുടെ നീട്ടം അനുസരിച്ചാണ് ഇവിടുത്തെ ഓരോ ഓണക്കുട്ടന്മാരെ നിശ്ചയിക്കുന്നത്. പിന്നെ കുണ്ടികളുടെ വലിപ്പത്തിലാണ് ഇവിടെ ഓരോ ആളുകൾക്കും ഓണം ആഘോഷിക്കുന്നു എന്ന് അതിന്റെ വലിപ്പം കാണിക്കുന്നത്. സണ്ണി പൊന്നൂരിൽ നിന്ന് കുണ്ടിയുമായി ഇവിടെ എത്തിയിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്ന് നന്ദൻ അണ്ടിയുമായി തൊട്ടടുത്ത് തന്നെ കറങ്ങി നിൽക്കുന്നു. പിന്നെ ചില കൂട്ടുകാർ ഒന്നോ രണ്ടോ ചെറിയ അണ്ടിയും കുത്തിപ്പിടിച്ച് അടുക്കള ഭാഗത്ത് ചില പാചകങ്ങളിൽ വ്യാപൃതരായിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് പീറ്ററാണ് ഇന്നത്തെ പാചകത്തിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന മെയിൻ കുക്ക്. അദ്ദേഹത്തിന്റെ അണ്ടി പായസക്കലത്തിൽ ഇട്ട് പലത്തോട്ടും കറക്കിക്കൊണ്ടിരിക്കുകയാണ്. പായസത്തിന് വെള്ളം പറ്റുവാൻ വേണ്ടിയിട്ട് ആണ് അത് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. കൊഴുപ്പ് പായസത്തിൽ കൊഴുപ്പ് കുറവായതിനാൽ അത് കൊഴുപ്പ് കണക്ട് ചെയ്യുന്നതിന് വേണ്ടി രാജേഷ് പോയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും ചേർന്ന് വളരെ വിഭവസമൃദ്ധമായ ഒരു ഓണമാണ് ഇവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആഘോഷത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞിരുന്ന പോലെ കുണ്ടിലും വണ്ടികളും മാത്രമുള്ള ഒരു വലിയ സംഭവമായിട്ടാണ് ഇന്നിവിടെ ആഘോഷിക്കുന്നത്. നമ്മുടെ കേരളത്തിലൊന്നും ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ കാണാൻ വളരെ സാധ്യത കുറവാണ്. ഇത് ഇറ്റലിയിലെ ചില മലയാളികളായിട്ടുള്ള ചില ആളുകൾ മാത്രമാണ്. ഇപ്പോൾ എന്റെ തലയുടെ പുറകെ കൂടെ ഒരു സെറ്റ് കുണ്ടി നടന്നു പോയത് നിങ്ങൾ കാണുമല്ലോ. ഓണത്തിനോടുള്ള അമിതമായിട്ടുള്ള ആരാധന മുതൽ ഞങ്ങളുടെ പ്രിയ കൂട്ടുകാരൻ നന്ദൻ അവന്റെ കുണ്ടി കാവിയിൽ പൊതിഞ്ഞാണ് അവൻ കൊണ്ടു നടക്കുന്നത്. അവൻ ഇടയ്ക്ക് ഒന്നോ രണ്ടോ മിനിറ്റുകൾ കൊണ്ടുപോയി അത് പൊക്കി കാണിക്കുകയും ചിലപ്പോൾ അത് താത്തിയിടുകയൊക്കെ ചെയ്യും. അവന് ചില അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന സമയത്ത്, അതായത് അവന് ഇപ്പോൾ ഓണത്തിന് കൊടുക്കുന്ന ഭക്ഷണം ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്ന സമയത്ത് അവന്റെ കുണ്ടി ഇടയ്ക്കിങ്ങനെ പൊക്കി പ്രതിഷേധം പ്രകടിപ്പിക്കാറുണ്ട്. ഈ സമയത്ത് ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ട്. ഞാൻ അടുക്കളയിൽ നിന്നാണ് ഒന്നെടുത്തോട്ടെ. ഹലോ പീറ്റർ, ഇപ്പോൾ എന്തായി അവിടുത്തെ അവസ്ഥ? പായസത്തിന് കൊഴുപ്പ് എങ്ങനെയാണ്? വളരെ കൂടുതലാണോ? പാല് കുറവുണ്ടെന്നോ? താങ്കൾ ഒരു കാര്യം ചെയ്യുള്ളൂ, ഇപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ശരി, ഓക്കെ. അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ അദ്ദേഹം നമ്മുടെ റൂമിലോട്ട് വന്നിട്ടുണ്ട്. പായസക്കലത്തിലോട്ട് അദ്ദേഹത്തിന്റെ അണ്ടിയിൽ വലിച്ചെടുത്ത് ഇപ്പോൾ അദ്ദേഹം തിരിച്ച് നമ്മുടെ റൂമിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ നിരവധിയായ അണ്ടികളും കുട്ടികളും ഇതാണ് പീറ്റർ, ഞങ്ങളുടെ പീറ്ററേട്ടനാണിത്. പീറ്ററേട്ടൻ അണ്ടി വെച്ചാണ് പെറ്റായിട്ട് മറ്റേ പായസം കളിക്കുന്നത്. അപ്പോൾ ആ നിരവധി അണ്ടികളും കുണ്ടികളും നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ ഓണം എല്ലാവർക്കും വേണ്ടി ആശംസിക്കുന്നു. ഇറ്റാലിയൻ മലയാളി സമൂഹത്തിന്റെ എല്ലാവിധ മൈക്ക് പീറ്ററിന് കൈമാറുന്നു. വന്നിരുന്ന് സംസാരിച്ചു ആർക്കില്ല. ഇന്നാണ് ഞങ്ങൾ യഥാർത്ഥ സന്തോഷം ഇവിടെ ഇരുന്ന് പറയും. എല്ലാവരും ഒന്നിച്ച്, ഞങ്ങളെ കൂട്ടുകാരെല്ലാവരും ഒന്നിച്ച് ഒരു അടിപൊളി ഓണം. എല്ലാ കറികളും ഞങ്ങൾ ഒരുക്കി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു ഭക്ഷണം കഴിക്കാൻ. എല്ലാവർക്കും ഓണാശംസകൾ. താങ്ക് യു.